കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. മിത്രയും ഗോമതിയും തമ്മിൽ കണ്ടുമുട്ടുവാണ്. ഗോമതിയെ കണ്ടപ്പോ തന്നെ മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. പിന്നീട് ഗോമതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ, ഗോമതിയുടെ ഉള്ളിൽ ആ ദേഷ്യം അങ്ങോട്ട് നിറഞ്ഞു പൊങ്ങുവാണ്. ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല ഒരുത്തനെ പ്രേമിച്ചാലും കുഴപ്പമില്ല, അവനെ പോലൊരു ഫ്രോഡിനെ, മിഥുനെ പോലുള്ള ഫ്രോഡിനെ സ്നേഹിച്ചിട്ട് വീട്ടുകാരെ എല്ലാം ചതിച്ച് ഇങ്ങോട്ട് വന്നിട്ടോ ഒന്നുമില്ലാതായി വന്ന് നിൽക്കുന്നു. അതൊക്കെ ഓർത്തപ്പോ ഗോമതി വല്ലാതെ റേസ് ആവുകയാണ്. മിത്രയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. മിത്ര അവിടെ നിന്ന് പൊട്ടിക്കരുക. ഈ സമയത്ത് മീനാക്ഷിയോട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, അമ്മേ വിട്ടേരെ, പാവല്ലേ, അവൾക്കൊരു ചതി പറ്റിപ്പോയി, ഇനി അതിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയാം. ഇത് പറയാം, കുറ്റപ്പെടുത്താണ്ടാന്ന് എത്ര ഈസി ആയിട്ടാ പറയണേ. ഒരു പക്ഷേങ്കില് നാളെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ, അവന്റെ ചതി തിരിച്ചറിയാതെ ഇവൾ അവന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവളുടെ ജീവിതം എന്തായി തീർന്നേനും. ഒരു പക്ഷേങ്കില് ഇപ്പം ജാനകി ചേച്ചിയെ കണ്ടോണ്ടല്ലേ, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ആ നന്ദനം വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കില് നാളെ എല്ലാവർക്കും ഒരു തീരെ കണ്ണീരാവില്ലായിരുന്നോ. ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും ഇവൾ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. ആ വേദനയും വിഷമോ എനിക്ക് എത്രയാന്ന് വെച്ചാൽ മറക്കാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ ഇവിടെ അതുപോലെ സ്നേഹിച്ചതാ. ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് ഇവളോടായിരുന്നു പറയാം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, എന്നോട് ക്ഷമിക്കപ്പച്ചി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധമാണ് പോലും അല്ല. ഇനി നിന്റെ വീട്ടിലെ അവസ്ഥ എന്താന്ന് നിനക്കറിയാവോ? നിന്റെ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇത് വല്ല നീ അറിഞ്ഞോന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിത്രയിൽ ഒരു ഞെട്ടലുണ്ടായതാ. അച്ഛനാ? അച്ഛനോന്ന് ഇപ്പൊ നീ ഇത് പറയുന്നു. എന്റെ ആങ്ങളയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, എനിക്ക് ഒരിക്കലും നിന്നോട് ക്ഷമിക്കാനും പൊറുക്കാനും പോലും പറ്റില്ലായിരുന്നു. കാരണം ആ കുടുംബത്തിലുള്ളവർ എല്ലാവരും അത്രയ്ക്ക് വേദനിക്കുന്നുണ്ട്. എന്റെ ബാലേട്ടന് പോലും സഹിക്കാൻ പറ്റുന്നില്ല നീ ചെയ്ത്, അറിയാവോ? കാര്യം പറഞ്ഞ രണ്ട് കുടുംബക്കാരും തമ്മിൽ ശത്രുതയാ. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ ബാലേട്ടനോ അല്ലെങ്കിൽ വേറെ ആർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എത്രമാത്രം സങ്കടത്തിലാന്ന് അറിയാവെന്ന് പറയാം. ഇത് കേട്ടതും മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. മിത്രയ്ക്ക് മനസ്സിലായി താൻ എത്ര വലിയ തെറ്റാ ചെയ്തെന്നുള്ള. ഇനിയിപ്പോ എത്ര വലിയ ക്ഷമയൊക്കെ ചോദിച്ചിട്ടും കാര്യമില്ല. ഈ സമയം ജാനകി വന്ന് ഗോമതിയോട് പറഞ്ഞു, ഇനിയിപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, പാവം. ഇനിയിപ്പൊ എന്തിനാ അതിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? വെറുതെ ഇങ്ങനെ പറഞ്ഞ് അതിനെ സങ്കടപ്പെടുത്താന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ലെന്ന് പറയാം. ഈ സമയം ഗോമതി മിത്രനെ ചേർത്തെടുത്തിട്ട് പറഞ്ഞു, പോട്ടെ, അപ്പച്ചിയുടെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ, ഇനി ബാ നമുക്കെന്നെങ്കിൽ വീട്ടിലേക്ക് പോവാന്ന് പറയണേ. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറയാം. പിന്നെ നീ അങ്ങോട്ട് പോകാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇല്ല, എനിക്കിനി അച്ഛന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല എന്ന് പറയാം. മിത്രമോളെ, നീ എന്ത് അറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് പിന്നെ എങ്ങോട്ടാ പോകാൻ പറ്റുന്നേ? നീ വല്ലതും വെച്ച് ബോധമുണ്ടോ? നീ ഒരാളുടെ കൂടെ ഒളിച്ചോടിയെന്നാ ഇപ്പൊ നാട്ടുകാരെല്ലാം അറിഞ്ഞിരിക്കുന്നേ. അതാരാ എന്താണെന്നും അറിയത്തില്ല. പക്ഷേങ്കില് നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ വീട്ടുകാർ എത്രമാത്രം വിഷമത്തിലാ നീ ജീവിച്ചിരിപ്പണെന്ന് അറിഞ്ഞെങ്കിൽ പോലും അവർക്ക് ഭയങ്കര സന്തോഷമാവും. ഒരു കാര്യം ചെയ്യ, ഞാൻ വേണമെങ്കിൽ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം. പക്ഷെ മിത്ര അമ്പിനും ബെല്ലിനും എടുത്തില്ല. മിത്ര പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും അങ്ങോട്ട് വരത്തില്ല, എനിക്ക് എന്റെ അച്ഛനും അമ്മേനും മുഖത്ത് നോക്കാൻ പറ്റില്ല. അവരുടെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടാ മിഥുൻ പോയിരിക്കുന്നേ. അപ്പൊ ആ സ്വർണ്ണമൊക്കെ എനിക്ക് തിരികെ കൊടുക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും അത് അവനെ കണ്ടെത്തി ആ സ്വർണം തിരിച്ചു മേടിച്ചു കൊടുക്കണം. എന്നെ ഇപ്പൊ നിർബന്ധിക്കരുത് അപ്പച്ചി, ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയാം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. മിത്ര വരുന്നില്ലെന്ന് പറയുന്നിടത്ത് മിത്ര ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇനി എന്താ ഒരു പോംവഴി? എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ഇപ്പോഴെന്താണെങ്കിലും തിരികെ ദേവമംഗലത്തേക്ക് പോകണ്ട, ആ പോക്ക് അവർ ക്യാൻസൽ ചെയ്യുവാണ്. അതിനുശേഷം ആര്യനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇനി എന്താണ് ആര്യ ചെയ്യുന്നേ? എന്തായാലും ഒരു പോംവഴി കണ്ടെത്തണമെന്ന് പറയാം. മിത്ര വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവളെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോകാനും പറ്റില്ലോ എന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, ശരിയാ, അമ്മ പറഞ്ഞു ശരിയാന്ന് പറയണം. ഈ സമയത്ത് കൃഷ്ണമംഗലത്തിനാണ് എല്ലാരും വല്ല സങ്കടത്തില. കാരണം മിത്രയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. അവൾ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ആർക്കും അറിയത്തില്ല. ആ സമയത്ത് അച്യുതമ്മ അനന്തനോട് പറഞ്ഞു, ഇനിയിപ്പോ ഏട്ടാ ഇങ്ങനെ സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടും വിഷമിച്ചിരുന്നിട്ടും ഒന്നും കാര്യമില്ല. കാരണം നമ്മൾ എപ്പോഴാണല്ലോ ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടതാ. ഇനിയിപ്പോ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഇനിയിപ്പോ ആൾക്കാരുടെ മുഖത്ത് വെക്കാൻ നാണക്കേടും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് കേട്ടതാ അനന്തം പറഞ്ഞു, എങ്ങനെയാടാ നോക്കണേ? അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയാണോ? അതൊന്നും സാരില്ല ഏട്ടാ, പോട്ടെ. നന്ദിത വന്നിട്ട് പറഞ്ഞു, അവൾ എവിടെയാന്ന് വെച്ച് കണ്ടുപിടിക്കുക, എനിക്ക് എന്റെ മോളെ കാണണം. അവൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ആരുടെ കൂടെയാണെങ്കിലും കുഴപ്പമില്ല, അവൾ സന്തോഷമായിട്ട് ജീവിച്ചെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അവൾ സ്വർണ്ണോ എന്ത് വെള്ളം കൊണ്ടുപോക്കോട്ടെ, അതെല്ലാം അവൾക്ക് അവകാശപ്പെട്ടല്ലേ, അവള് കൊണ്ടുപോക്കട്ടെ. നമുക്കൊരു മോളല്ലേ ഉള്ളൂ, അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണല്ലേ നമുക്ക് ഇഷ്ടമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ആനന്ദം പറഞ്ഞു, ഇനി അവളുടെ പേര് പോലും ഇവിടെ ഉച്ചരിച്ചു പോയേക്കില്ല. അവൾ അത്രയും വലിയ ചതിയെ ചെയ്തേ, വിളിച്ചോരുടെയും അതുപോലെ തന്നെ ബന്ധുക്കാരുടെ എന്നെ മുന്നിൽ നാണം കെടുത്തിയത്. ഇനി എനിക്ക് അവളുടെ പേര് പോലും എനിക്ക് കേൾക്കണ്ട.
എന്ന് പറയണം. എന്ന് പറഞ്ഞ് അനന്തൻ അങ്ങോട്ട് കയറി പോവാം. ഈ സമയം രാജേശ്വരി വന്നിട്ട് പറഞ്ഞു, പോട്ടെ നന്ദിതേ, ഇനിയിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, വെറുതെ എന്തിനാ ഏട്ടന്മാർ ഇനി ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അതിനേക്കാളും വലിയ വിഷമത്തിലായിരുന്നു അലോക്. അലോകിനാണ് അതിനെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് നാൾ കൊണ്ട് ഫോൺ വിളിച്ച് അവർ അത്രമാത്രം അടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നല്ല കല്യാണമൊക്കെ മുടങ്ങിപ്പോയത്. അതിന്റെ ഒരു ദേഷ്യം അലോകിനും ഉണ്ട്. മിത്ര ഇനി വന്നിട്ടുണ്ടെങ്കിൽ മിത്രയുടെ ഇനി കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞോണ്ടാ അലോക് ഇരിക്കുന്നത്. ഈ സമയം ഇതിനേക്കാളും വലിയ വേദനയായിരുന്നു ദേവമംഗലത്ത് ബാലനൊക്കെ. കാരണം അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പം അങ്ങനെ സ്വസ്ഥതയുടെ സമാധാനത്തോടും കൂടി ഇരിക്കാൻ പറ്റില്ലോ. അത് മാത്രമല്ല, അനന്തനാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് ബാലിന് വല്ലാത്ത വിഷമ. ഒരു സമയത്ത് താൻ കാരണം ആ കുടുംബത്തിന് മാനക്കേടുണ്ടായി. ഇപ്പോഴാണ്ട് മിത്ര കാരണം അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു, അതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതെ അളിയൻ കടയിലേക്ക് പോണില്ലെന്ന് ചോദിക്കാം. അല്ല ഇന്ന് പോണോ? അളിയൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, എന്താ പ്രയോജനമുള്ളത്? അളിയൻ കടയിലേക്ക് ചെല്ലാൻ പറയാണ്. ഈ സമയം അങ്ങോട്ട് അനുസരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനും ക്ലാസ്സിലേക്ക് പോവാന്ന് പറയാണ്. കാരണം ഇനിയിപ്പോ എല്ലാരും വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ധർമ്മനോട് ബാലൻ ചോദിച്ചു, അല്ല മിത്രയെ കുറിച്ചുള്ള വിവരം കിട്ടിയെന്ന് ചോദിക്കാം. ഇല്ല ബാലേട്ടാ, ഒരു വിവരം കിട്ടിയിട്ടില്ല. അവള് ചാലക്കുടി ഭാഗത്തൂടെ കാറിൽ പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങോട്ടാ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവൾക്ക് ലൈൻ ഉണ്ടായിരുന്നോ, ഇനി പ്രണയം ഉണ്ടായിരുന്നോ, ആരുടെ കൂടെ ഒളിച്ചോടിയത്, അതിനെക്കുറിച്ചൊന്നും ഒരു വിവരം ഇല്ലെന്ന് പറയാം. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, ഏതെങ്കിലും നല്ലവന്റെ കൂടെ ആയാൽ മതിയായിരുന്നു. ഏതെങ്കിലും നല്ലൊരുത്തൻ അല്ലെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീരും, അതൊക്കെ ഓർത്തിട്ട പേടിയെന്ന് പറയാണ്. പിന്നീട് ചോല ഗോമതി ചേച്ചിയൊക്കെ വരുന്ന കാര്യം വല്ലതും വിളിച്ചോന്ന് ചോദിക്കണം. ഇല്ല, അവരൊന്നും വിളിച്ചു പറഞ്ഞില്ല, ഭജനം പൂർത്തിയാക്കിയിട്ട് വരത്തുള്ളായിരിക്കും എന്ന് പറയാണ്. ഈ സമയം ഗോമതി ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മിത്ര പോകത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും? മിത്രനെ ഇവിടെ ആക്കിയിട്ടും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഗോമതി ഇങ്ങനെ ഗുരുവായൂരപ്പന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുക. എന്റെ ഗുരുവായൂരപ്പ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, നീ ആയിട്ട് എനിക്കൊരു വഴി പറഞ്ഞാട്ട്. ഇപ്പൊ മിത്രമോളെ എന്റെ കൺമുന്നിൽ കൊണ്ടേ എത്തിച്ചേക്കുക. ഇപ്പൊ നീ എന്റെ ഒരു ആശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ച് മൊത്തം മിത്രമോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അവളുടെ കല്യാണം കൂടാൻ പറ്റില്ലെന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേങ്കില് ഇപ്പോഴാ വിഷമം മാറി. പക്ഷെ ഈ വിഷമം മാറിയെങ്കിലും അതിനേക്കാളും വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ചെന്ന് പെട്ടിരിക്കുന്നു പറയണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ നന്ദൻ അങ്ങോട്ട് വന്നു. നന്ദനെ കണ്ടതും കോമതി മിത്രയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. നന്ദനം പറഞ്ഞു, പേടിക്കാവുന്ന കാര്യമൊന്നുമില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മിത്രയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, മിത്രയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന്. ഇനിയാണെങ്കിൽ സമയമുണ്ടെന്ന് പറയാണ്. പിന്നെ മിത്രയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് ഞാൻ ആന്റിയോട് പറയുകയും ചെയ്തല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി ഒന്ന് നോക്കി. എന്താ എന്താ പറഞ്ഞേ? അല്ല മിത്രയുടെ കല്യാണം നടക്കൂന്ന് പറഞ്ഞതേ. പെട്ടെന്ന് ഗോമതി ആലോചിച്ച്, എന്താ ഇങ്ങനെ പറഞ്ഞേ? എന്തോ നന്ദനം പറഞ്ഞതിലൊരു അർത്ഥം ഉണ്ടല്ലോ എന്ന് പറയണ. അല്ല ആരിന്റെ മുറപ്പെണ്ണാണല്ലോ മിത്ര. ഒരു പക്ഷേങ്കില് ആന്റിയുടെ മനസ്സിൽ ആഗ്രഹം അത് തന്നെയല്ലേ, മിത്രനെ ആന്റിനെയും കൂടെ ഒന്നിപ്പിക്കണം എന്നല്ലായിരുന്നോ? ഇനിയിപ്പം ആന്റി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഏറ്റവും നല്ല പറ്റിയ സമയം ഇതാന്ന് പറയണ. അപ്പോഴാണ് ഗോമതി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും. ഇത്ര സമയം അതിനെക്കുറിച്ച് ഓർത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് നന്ദനോട് സംസാരിച്ചിട്ട് ഗോമതി ഹോട്ടലിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ മുറിയിൽ ചെന്നിട്ട് ഈ ഒരു കാര്യമായിരുന്നു മനസ്സിൽ. അതെന്തുകൊണ്ട് നടത്തിക്കൂടാ? ഒരു പക്ഷേങ്കില് മിത്രനെ ആര്യന്റെ വധുവായിട്ട് തനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടാ? ഒരു കാരണം വെച്ചാൽ അത് നല്ല കാര്യം തന്നെയാണ്. മിത്രയ്ക്ക് ഇപ്പൊ രക്ഷിക്കാനുപരി കാരണം ഇനിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ അവളെ നോക്കണം തന്റെ കടമയും കൂടെയാണ്. അപ്പച്ചി എന്ന നിലയില് അവളെപ്പോലെ നല്ല പെൺകുട്ടീനെ ഇനിയിപ്പം അതിനെ കിട്ടാനും പോകുന്നില്ല. അതിന് നല്ല കാര്യമാണെന്ന് തോന്നി. അപ്പൊ ഈ കാര്യം മീനാക്ഷിയോട് പറയുവാണ്. മീനാക്ഷി അറിഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അത് നല്ല കാര്യം തന്നെയാ, പക്ഷെങ്കിൽ ആര്യം സമ്മതിക്കും അമ്മേന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, ആര്യനെ പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാൻ നോക്കാന്ന് പറയാം. അതല്ലാതെ ഞാൻ വേറൊരു മാർഗം കാണുന്നില്ല. പക്ഷെങ്കിൽ അച്ഛനൊക്കെയോ, അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ട, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. പക്ഷെങ്കിൽ ആര്യന് സമ്മതിക്കുമെന്ന് അതിനേക്കാളും വലിയ ഇതായിരുന്നു. കാരണം ആര്യനും മിത്ര എപ്പോ നോക്കിയാലും രണ്ടുപേരും കീരിയും പാമ്പില്ല, എപ്പോഴും വഴക്ക് തന്നെയാ. പിന്നീട് മീനാക്ഷി ഒരു കാര്യം ചെയ്യാം, ഞാൻ ആര്യനോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ എന്ന് ചോദിക്കണം. വേണ്ട, ഞാൻ തന്നെ പോയി പറയാന്ന് പറയാണ്. ഈ സമയം മിത്ര വല്ലാത്ത സങ്കടത്തിലായിരുന്നു. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ താൻ ഇനിയിപ്പോ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. മിത്ര എന്ത് ചെയ്യണം, ആരും കാണാതെ പതുക്കെ മുറിയിലേക്ക് പോവാണ്. മിഥുനും മിത്രയും താമസിച്ചിരുന്ന ആ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് ആ ഫാനിലേക്ക് ഒരു കുടുക്കിട്ടു. ഇനിയിപ്പൊ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, തന്നെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയാ, തനിക്ക് വീട്ടിലേക്ക് തിരികെ പോകാനും പറ്റില്ല. അപ്പച്ചിയാണ് തന്നെ തിരികെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെ നിൽക്കുക. മിത്ര എന്ത് ചെയ്യുക, അങ്ങനെ ആത്മഹത്യ ചെയ്യാന്ന് കരുതിയിട്ട് കുടുക്കിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനാണ് പെട്ടെന്ന് കഥക് തുറന്നിട്ട് ഗോമതി അങ്ങോട്ട് കയറി വരുന്നത്. ഗോമതി കയറി വരുന്ന കാണുന്ന കാഴ്ച മിത്ര അങ്ങനെ കുരുക്കിട്ട് അങ്ങനെ നിൽക്കുന്നായിരുന്നു. ഇത് കണ്ടതും ഗോമതിക്ക് വല്ലാത്തൊരു ഞെട്ടുണ്ടായി. ഗോമതി പെട്ടെന്ന് വന്ന് മിത്രനെ കൈപിടിച്ച് താഴേക്ക് ഇറക്കുവാണ്. കുറെ ചീത്തയാക്കി അങ്ങോട്ട് പറഞ്ഞു. എന്നോട്, നീ എന്ത് ഭാവിച്ചാ മിത്രയത്?
നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം എന്ന് വിചാരിച്ചാണ് നീ ഇങ്ങനെ ചെയ്യാൻ പോയത്. എന്നാലും നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ട് വീണ്ടും നീ ഇത് തന്നെ ചെയ്യാൻ പുറപ്പെട്ടല്ലോ. നീ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം സന്തോഷമാണെന്ന് കരുതിയിട്ടാണോ നീ ഇത് ചെയ്യാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് മിത്രനെ കുറെ ചീത്ത പറയാം. അവസാനം മിത്രൻ ചേർത്ത് പിടിച്ച് കരയുക. നിന്നെ ഒരു മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. ആർക്ക് വേണ്ടേലും നിന്നെ എനിക്ക് വേണം മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, ഇനി വരാനും പറഞ്ഞ് മിത്രനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാ. പിന്നീട് മീനാക്ഷിനെ ഏൽപ്പിച്ചിട്ട് ഇവളെ നോക്കണമെന്ന് പറയാണ്. അതിനുശേഷം നേരെ ആര്യന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആര്യനോട് ചെന്നിട്ട് പിന്നീട് മിത്രയെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ്. അതിനുശേഷം ഗോമതി, ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ, എന്ത് തന്നെയാണ് നീ എന്റെ കൂടെ നിൽക്കണമെന്ന് പറയാം. ഇത് കേട്ടത് ആരും ചോദിച്ചു, എന്താമ്മേ കാര്യം എന്താന്ന് പറ. അല്ലാതെ പിന്നെ ഞാൻ പറയാൻ പോകുന്ന കേട്ടിട്ട് നീ എന്നോട് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ പറ്റില്ലെന്നോ പറയില്ലെന്ന് പറയണ. കാര്യം എന്താണെന്ന് പറ. നീ മീനാക്ഷിനെ വിവാഹം കഴിക്കണമെന്ന്, മീനാക്ഷിനെ അല്ല മിത്രനെ വിവാഹം കഴിക്കണമെന്ന് പറയാം. ഇത് കേട്ടോ ആരിനൊന്നും ഞെട്ടി. അമ്മ എന്ത് വർത്താനേ പറയണെന്ന് ചോദിക്കും. അതെ, ഞാനാ പറയണേ, നീ മിത്രനെ വിവാഹം കഴിക്കണം. ഞാൻ നോക്കിയിട്ട് അവളെ രക്ഷിക്കാനായിട്ട് വേറെ ഒരു മാർഗമില്ലെന്ന് പറയാം. അല്ലെങ്കിലും നിന്റെ മുറപ്പെണ്ണല്ലേ അവള്. അമ്മേ, അവളെ എനിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. അമ്മ എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്തൊക്കെ തന്നെയാണ് ശരി, കല്യാണം നടക്കണം, ഈ അമ്മയെ പറയണേ, അല്ലെങ്കിൽ ഈ അമ്മ ജീവിച്ചിരിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടത് ആകെപ്പാടെ പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആരിന് സമ്മതിക്കേണ്ടി വന്നു. അതിനുശേഷം ജാനകിയോടും കാവ്യയോടും അവരോടല്ല ഈ കാര്യത്തെക്കുറിച്ച് പറയാണ്. അതിനുശേഷമാണ് മിത്രയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യമൊന്നും മിത്ര സമ്മതിച്ചില്ല, എതിർക്കുക ചെയ്തേ. ആരിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ്. തങ്ങളുടെ എപ്പോഴും ശത്രുക്കളായിട്ടാണല്ലോ. പക്ഷെ ആരിന്റെ മനസ്സ് നല്ല എന്നൊക്കെ ഗോമതി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അത് മിത്രയ്ക്ക് ബോധ്യപ്പെട്ടു. മിഥുനൊരു ഫ്രോഡാന്ന് പലവട്ടം അവൻ തൻ്റെ അടുത്ത് പറഞ്ഞ, പക്ഷെ അന്നൊന്നും താനൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഒരു പക്ഷേങ്കിൽ ആരിന്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കും തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആരോടും ഒരു വാക്ക് പോലും ഗോമതി ചോദിക്കാതെ ആരിന്റെ മിത്രനും കൂടെ ഒന്നിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് അവിടെ വെച്ച് തന്നെ ആര്യൻ മിത്രയുടെ കഴുത്തിൽ താലി ആർത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോ കാണാൻ പോകുന്ന വിശേഷം അതിനേക്കാൾ അടിപൊളിയായിരിക്കും. കാരണം കൃഷ്ണമംഗലത്തോ ദേവമംഗലത്തോ ആരും അറിഞ്ഞിട്ടില്ല അവരുടെ കല്യാണങ്ങൾ കഴിഞ്ഞെന്നുള്ള കാര്യം. ഇനിയിപ്പം അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു അറിയാൻ പറ്റില്ല. ഇനിയിപ്പം ദേവമംഗലത്തേക്ക് മിത്രനെ ആര്യനെയും കയറ്റും. പക്ഷേങ്കിൽ കൃഷ്ണമംഗലത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.